ഹലോ മക്കൾസെ, വെരി ഗുഡ് ഈവനിങ്. ഞാനാണ് നിങ്ങളുടെ ജെ മാം ആൻഡ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വേദാന്തുവിന്റെ മലയാളം ചാനലാണ്. ഞാൻ ഇന്ന് വന്നേക്കുന്നത് +2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനോടും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് അഡ്വൈസസ് പറഞ്ഞു തരാനാണ്. സ്പെഷ്യലി +2 ബോർഡ് എക്സാമിനേഷന് നിങ്ങൾ കയറുമ്പം ഏതൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആദ്യത്തെ ഇന്നത്തെ ടോപ്പിക് ആയിട്ട് ഞാൻ എടുക്കുന്നത്. സോ നിങ്ങൾ ഇന്ന് പറയണം എന്നോട്, ഓക്കെ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കോമന്റ് സെക്ഷൻ വഴി എന്നോട് പറഞ്ഞു തരിക ഈ മിസ്റ്റേക്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നെന്ന്. ഓക്കെ, സോ ആദ്യത്തെ മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഒരു എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഫംബിൾ ചെയ്യോ ഡിസ്ട്രാക്ട് ആവാനോ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഏത് ബോർഡ് എക്സാംസിന്റെ സെന്ററിൽ ചെന്നാലും നമ്മൾ അവിടെ കാണുന്ന ഫേസസ് ഒക്കെ കുറെ പുതിയതായിട്ടുള്ള ഫേസസ് ആണ്. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ അവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ നേച്ചർ ഇതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാവുന്നത് ഒത്തിരി നാച്ചുറൽ ആയ ഒരു കാര്യമാണ്. എക്സാംസ് കഴിയും തോറും നമ്മൾ ഈ ഫേസസ് എല്ലാ ദിവസവും കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവത്തില്ല. പക്ഷെ ഇനീഷ്യലി നമ്മൾ ഈ പുതിയതായിട്ട് ക്ലാസ്സിൽ കുറെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുമോ, ഒരു ഫംബിൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ തോന്നിപ്പോകും. ഒരു കാരണവശാലും നമ്മൾ മറക്കരുത് നമ്മൾ എന്തിനാണ് ആ ക്ലാസ് റൂമിൽ കയറിയേക്കുന്നതെന്ന്. നമ്പർ 2, ഇതിനകത്ത് തന്നെ എനിക്കൊരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങളിൽ കുറെ കുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ ചില പ്രത്യേകതകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ബാഗ് ചിലപ്പോൾ സൈഡിൽ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഇരുന്ന് എഴുതുക, അല്ലെങ്കിൽ അങ്ങനത്തേതായ കുറെ നിർബന്ധ ബുദ്ധികൾ നിങ്ങളിൽ കുറെ പേർക്കുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ +2 എക്സാമിന്റെ സമയത്ത്. ബിക്കോസ് നിങ്ങൾ എക്സാമിന് കയറി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആദ്യമായി നിങ്ങളുടെ ഇൻവിജിലേറ്റർ ആയിട്ട് വരുന്ന ടീച്ചർ ശ്രദ്ധിക്കുന്നത് എന്താണ് നിങ്ങൾ ആ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്നത് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ആന്ന് അവർ ആദ്യം നോക്കുക. അപ്പൊ അത് നിങ്ങൾ ഒരു കാരണവശാലും ഫംബിൾ ചെയ്യുന്ന രീതിയിൽ ഒരു കാരണവശാലും ഒരു ബിഹേവിയർ നിങ്ങൾ കാണിക്കരുത്. ഒട്ടും മസ്തി കാണിക്കരുത്. നിങ്ങൾ മസ്തി എന്ന് പറയുമ്പോൾ ഇച്ചിരി പോലും ടീച്ചറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇൻവിജിലേറ്ററിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ആക്ഷൻസോ ഓവർ സ്മാർട്ട്നെസ്സോ ആ ക്ലാസ് റൂമിൽ നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ പോയേക്കുന്ന എക്സാം എഴുതാനാണ്, എക്സാം എഴുതുക ആൻഡ് തിരിച്ചിറങ്ങി വരിക. ഞാനിത് പറയാനുള്ള കാരണം മെയിൻ ആയിട്ടും, ഞാൻ ഇൻവിജിലേറ്റർ ആയിരുന്നു മക്കളെ +2 എക്സാംസിന്റെ, മഹാരാഷ്ട്ര ബോർഡിലെ +2 എക്സാംസിന്റെ ഇൻവിജിലേറ്റർ ആയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഒരു സ്റ്റുഡന്റിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റിന്റെ മെന്റാലിറ്റി, ആ സ്റ്റുഡന്റ് പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്, ആ സ്റ്റുഡന്റിന് കോപ്പി ചെയ്യാനുള്ള എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടോ എന്ന് ഒരു ടീച്ചറിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഓവർ സ്മാർട്ട് ആവരുത് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ. സെക്കൻഡ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ്, നിങ്ങൾ നിങ്ങളുടെ സപ്ലിമെന്റ് ഷീറ്റ്സിനെ എല്ലാം പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്യുക. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാം തുടങ്ങുമ്പോൾ ഒത്തിരി കോണ്ടന്റ് നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എഴുതി പെട്ടെന്ന് ആൻസർ ചെയ്ത് മുമ്പോട്ട് അങ്ങോട്ട് പോവുക. അപ്പം ഓരോ ആൻസേഴ്സ് വരുന്നതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ സപ്ലിമെന്റ് മേടിക്കുമായിരിക്കും. ഓക്കെ, സപ്ലിമെന്റ് മേടിക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു തിക്ക് ആൻസർ ബണ്ടിലായിരുന്നു കിട്ടിയെങ്കിൽ നമുക്ക് സപ്ലിമെന്റ്സ് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് സപ്ലിമെന്റ് മേടിക്കേണ്ടതായ ഒരു ആവശ്യം വരുന്നില്ല. ഹൗ എവർ, നമുക്ക് സപ്ലിമെന്റ്സ് മേടിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ നമ്മൾ ആ സപ്ലിമെന്റ്സിനെല്ലാം നമ്പറിംഗ് ആപ്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടും തന്നെ കൊടുക്കണം. ഫോർ ദ റീസൺ വൈ ഐ എം സേയിങ് ദിസ് ഇസ്, നമ്മൾ സപ്ലിമെന്റ്സ് എഴുതി കഴിയുമ്പോൾ നമ്മുടെ സപ്ലിമെന്റ് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ നോട്ട് പാഡിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബെഞ്ചിൽ ഇരിക്കുന്നത്. അവസാനം ലാസ്റ്റിലെ 10 മിനിറ്റ്സിൽ ഒരു ടെൻഷൻ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സപ്ലിമെന്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് കെട്ടാൻ നോക്കും. അപ്പൊ അതിനകത്ത് എന്താ പറ്റാന്ന് പറഞ്ഞാല്, ആൻസർ നമ്പർ 1ന്റെ ഓക്കെ, അല്ലെ ആൻസർ നമ്പർ 7ന്റെ ഒരു പകുതി അടുത്ത ഒരു സപ്ലിമെന്റിലാണ് കിടക്കുന്നതെങ്കിൽ ആ സപ്ലിമെന്റ് ചിലപ്പം നമ്പർ 3 സപ്ലിമെന്റിന്റെ പുറകിലായി പോകും. അപ്പൊ 7 എന്ന് പറഞ്ഞ ആൻസറിന് കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അപ്പം എപ്പോഴും നിങ്ങൾക്ക് സപ്ലിമെന്റ് കിട്ടുമ്പോൾ തന്നെ സപ്ലിമെന്റ് 1 എന്നതിന് മേളിലോ 2 എന്നതിന് മേളിലോ 3 എന്നതിന് മേളിലോ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പം പേപ്പർ എടുത്ത് അസംബിൾ ചെയ്യാൻ നേരത്ത് 1, 2, 3 നമുക്ക് എളുപ്പത്തിൽ പറ്റും. എക്സാമിൽ ഇത് കാരണം ഒരു കാരണവശാലും നമ്മുടെ ടൈം പോവാൻ ഇടയുണ്ടാവരുത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു സബ് കൺസേൺ ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ സപ്ലിമെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് നമ്മുടെ പ്രോപ്പർലി ഫിൽ ആയിരിക്കണം. എന്ത് കാരണവശാലും ആ ത്രെഡ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഇഷ്യൂ ഉണ്ടാവരുത്. നമ്മൾ എഴുതിയത് മൊത്തം നമുക്ക് കിട്ടണം. അപ്പൊ നമ്മുടെ റോൾ നമ്പർ ഏറ്റവും ആദ്യമായി നമ്മൾ എഴുതി വെക്കണം. നമ്മുടെ റോൾ നമ്പർ ആണ്. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യരുത് നിങ്ങൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാൻ. പെട്ടെന്ന് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക, എന്നിട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പം സപ്ലിമെന്റ്സ് ഒത്തിരി കെയർഫുൾ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. ഒരു കാരണവശാലും പേപ്പറിൽ ഒരു തരത്തിലുള്ള റിലീജിയസ് മാർക്കിങ്സോ നിങ്ങൾ ഉണ്ടാക്കരുത്. അത് ആക്ച്വലി ഇല്ലീഗൽ ആണ്. അപ്പൊ നമ്മൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല.
എപ്പോഴും എക്സാം എഴുതാൻ നേരത്ത് ടൈമേൽ ഒരു ശ്രദ്ധ വെച്ചോളുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പറ്റുന്ന ഒരു പരിപാടിയാണ്. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങ് തട്ടും. ആ ക്വസ്റ്റ്യൻ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉത്തരം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതേ നമ്മൾ തങ്ങി നിൽക്കാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് അത് എഴുതി നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ചിന്തിക്കരുത്, ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം, അപ്പൊ ഞാനിത് എഴുതി തീർത്തിട്ട് ഞാൻ സമയമെടുത്ത് ഞാൻ മറന്നു എന്നാലും ഞാൻ എഴുതി തീർത്തിട്ടേ മുമ്പോട്ട് പോകുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ബാക്കി ക്വസ്റ്റ്യൻസ് സഫർ ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ടൈം മറന്ന് പരിപാടി ഒന്നും എഴുതി വെക്കരുത്. നിങ്ങൾ എന്തൊക്കെ എഴുതുന്നുണ്ടെങ്കിലും അതെല്ലാം കട്ട് ടു കട്ട് ടൈമിലായിരിക്കണം. സപ്പോസ് നിങ്ങൾ 15 മിനിറ്റ് ആണ് നിങ്ങളുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് കൊടുത്തേക്കുന്നതെങ്കിൽ 15 മിനിറ്റ് ഒത്തിരി ഓവറായ ടൈമാണ്. ഞാൻ 10 മിനിറ്റ്സ് ഒക്കെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തേക്കുന്നത്. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓടിക്കോളുക മുമ്പോട്ട്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അപ്പം തന്നെ എഴുതാൻ നിൽക്കരുത്, പിന്നെ വന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ അലോട്ട് ചെയ്ത് പോണ സമയം അലോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ ഓൺ ടൈം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പ് എക്സാമിന്റെ പാറ്റേൺ എത്രയാണ്, എത്ര മാർക്സിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് എഴുതിയെടുക്കുക. അതിന്റെ മേലിൽ ഞാനൊരു വീഡിയോ പിന്നെ വേറെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും, എത്ര മാർക്സിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന്. അപ്പൊ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ അതും എന്നോട് കമന്റ് സെക്ഷൻ വഴി പറഞ്ഞു തരാം. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് നോട്ട് ഓഫ് ടൈം കഴിഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം നിങ്ങൾ എഴുതി വെച്ചിട്ട് വരരുത്. ഡു നോട്ട് റൈറ്റ് എവറിത്തിങ് ദാറ്റ് യു നോ. നിങ്ങൾക്ക് ചിലപ്പം 2 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി 5 മാർക്കിന് എഴുതാൻ പറ്റിയ ഉത്തരം നിങ്ങൾക്ക് അറിയായിരിക്കും എന്നും പറഞ്ഞ് അതൊന്നും എഴുതി വെച്ചിട്ട് വരരുത്. ഓൺലി സ്റ്റിക്ക് ടു ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഹസ് ബിൻ ആസ്ക്ഡ് ആൻഡ് എത്രയാണോ അതിനകത്തോട്ട് എഴുതാൻ പറഞ്ഞേക്കുന്നത് അത്രയും മാത്രം എഴുതിയിട്ട് വരാം. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്സ് എഴുതി വെച്ചിട്ട് വരരുത്. ആ ഒരു ടെംപ്റ്റേഷൻ നമുക്ക് ഉണ്ടാവും. സി, നിങ്ങൾ പറയാ ഇല്ല മാം ഞങ്ങൾക്ക് എഴുതിയേ പറ്റൂ ബിക്കോസ് ഐ ലവ് ദി ആൻസർ, എനിക്ക് ആൻസർ നന്നായിട്ട് അറിയാം, ഞാൻ എന്റെ ടീച്ചർ എന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ച ആൻസർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. റീസൺ ഇസ്, സപ്പോസ് നിങ്ങൾ ഇവിടെ ഒരു 3 മാർക്സ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒരു 6 മിനിറ്റ്സോളം ടൈം സ്പെൻഡ് ചെയ്തെന്ന് വെച്ചു. അപ്പം നിങ്ങൾ സഫർ ചെയ്യുക. പിന്നെ വരുന്ന 5 മാർക്സ് ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ലോങ് ആൻസേഴ്സ്, വെരി ലോങ് ആൻസേഴ്സ് എത്തുമ്പോൾ നിങ്ങൾക്ക് പറ്റാൻ പോകുന്ന പ്രോബ്ലം ഇതിന് നിങ്ങൾക്ക് സമയം കിട്ടില്ല. അപ്പൊ എന്താ പറ്റുക, ആദ്യത്തെ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ നീറ്റ് ആയിട്ട് നീറ്റ് ആൻഡ് ലെജിബിൾ ആയിട്ട് നിങ്ങൾ ഇത് എഴുതി. ഓക്കെ. പക്ഷെ പിന്നെ വരുമ്പോ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതി വെക്കുന്നത്, നീറ്റ് ആൻഡ് ലെജിബിൾ. ഈ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് അറിയാം മാനേജ്മെന്റ് ചെയ്യാൻ അറിയാത്ത ഒരു സ്റ്റുഡന്റ് ആണ്, ആ സ്റ്റുഡന്റിന്റെ പേപ്പർ ആണ് കൈ കിട്ടിയേക്കുന്നത്. ബിഗിനിങ് ഓഫ് ദ പേപ്പർ നല്ല നീറ്റ് ആണ്, എൻഡ് ഓഫ് ദ പേപ്പർ നീറ്റ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പർ കൊണ്ട് ഇംപ്രസ് ആവില്ല. അഗൈൻ ഞാനിത് പറയാൻ കാരണം +2 ബോർഡ് എക്സാംസിന്റെ പേപ്പർ കറക്ഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ, ആൻഡ് ഐ ഹാവ് ബീൻ ആൻ എക്സാമിനർ ഇൻവിജിലേറ്റർ ഇൻ ദ പാസ്റ്റ്. അപ്പം കേരള ബോർഡിന്റെ അല്ല മഹാരാഷ്ട്ര ബോർഡിന്റെ ആയിരുന്നു ഞാൻ ഇൻവിജിലേറ്റർ ആക്ട് ചെയ്തുകൊണ്ടത്. ഹൗഎവർ ഐ എം ജസ്റ്റ് ടെല്ലിംഗ് യു പീപ്പിൾ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു മേക്ക് എൻ ഇംപ്രഷൻ. ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് ഒത്തിരി നിർബന്ധമായ ഒരു കാര്യമാണ്. The next thing that I want to tell you is read the question and the sub questions carefully. നമ്മുടെ ക്വസ്റ്റ്യൻസിന് നമ്പർ 1 എന്നിട്ടിട്ട് അതിന്റെ അടിയിൽ ചിലപ്പോൾ A, B, C എന്നുള്ള സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ സബ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുവാണെങ്കിൽ മാത്രമേ അതിന് അലോട്ട് ചെയ്ത ഫുൾ മാർക്സ് നമുക്ക് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചില സമയത്ത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യനെ A, B, C ആയിട്ട് സബ് അലോട്ട് ചെയ്യുമ്പോൾ ഇതിന് 1 മാർക്കും ഇതിന് 2 മാർക്കും ഇതിന് 2 മാർക്കും ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ മിസ് ചെയ്താൽ നമ്മൾ 5 മാർക്കിൽ നിന്നാണ് നമ്മുടെ മാർക്സ് പോകുന്നത്. അപ്പൊ ഒരിക്കലും സബ് ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യാൻ പാടില്ല. പേപ്പേഴ്സ് എപ്പോഴും പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക. പേപ്പേഴ്സിന് എത്ര സൈഡ് ഉണ്ടെന്ന് നിങ്ങൾ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അയ്യോ പുറകിൽ ഒരു സൈഡ് ഉണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കാൻ ഒരു ഇട വരുത്തരുത്. അതിനാണ് ഞാൻ പറയുന്നത്, പേപ്പർ കിട്ടുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുക എത്ര സൈഡ്സ് ഉണ്ട്, എത്ര സൈഡിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. ഓക്കെ. ഓർ എന്ന് എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ല ശ്രദ്ധയോടെ നിങ്ങൾ നോക്കുക. ഓർ എന്ന് എഴുതിയാൽ മേളിലുള്ളതോ അല്ലെങ്കിൽ താഴെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് രണ്ടും അറ്റംപ്റ്റ് ചെയ്തിട്ട് വന്നാൽ അപ്പോഴും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും, നിങ്ങൾക്ക് അതിന് മാർക്സും കിട്ടില്ല. ഓർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണമേ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്, നിങ്ങളോട് ഇപ്പൊ ഒത്തിരി ഓക്കെ ഇത് പറയുമ്പോൾ തന്നെ എനിക്കൊരു ചമ്മലുണ്ട്, ഡു നോട്ട് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മാം ഇതെന്താ അറിയാവുന്ന കാര്യമല്ലേ? അല്ല. നിങ്ങൾ ചില ആൾക്കാർക്ക് ഒരു രീതിയുണ്ട്, നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എക്സാംസിനോട് കയറി ചെല്ലുമ്പോൾ ചില സപ്പോസ് ഒരു ആൻസർ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ബീറ്റ് അറൌണ്ട് ദ ബുഷ് നന്നായിട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കഥ എഴുതി പിന്നെ നമ്മൾ ഒരു പോയിന്റ് എഴുതി, ആ ഒരു പോയിന്റ് ചിലപ്പോൾ അറിയത്തുള്ളായിരിക്കും.
മക്കളെ നിങ്ങളുടെ എക്സാമിനേഴ്സിന് നന്നായിട്ട് അത് മനസ്സിലാവും. വെൻ യു ബീറ്റ് അറൌണ്ട് ദ ബുഷ് ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരു കാരണവശാലും ഡു നോട്ട് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ആൻഡ് ഒത്തിരി തമാശയുള്ള ഒരു കാര്യമാണ് ഇത്. ഇറ്റ്സ് എ ബിഗ് മീം റൈറ്റ് നൗ. കുറെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി ഇറങ്ങുവാണെങ്കിൽ യു വിൽ സീ സോ മെനി വീഡിയോസ് വെർ സ്റ്റുഡൻസ് ആർ റൈറ്റിംഗ് സോങ്സ്. പാട്ട് എഴുതി വെച്ചിട്ട് വരുന്ന കുഞ്ഞുങ്ങളുണ്ട് കുറെ, അല്ലെ? നിങ്ങൾ ഒരു കാരണവശാലും അത് ചെയ്യരുത്. ദാറ്റ് ഇസ് എ ബിഗ് 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 നോ. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ചെയ്യില്ല, എന്നാലും ഇങ്ങനെ ഒരു ട്രെൻഡ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങളോട്. നിങ്ങളുടെ ലൈൻസ് ഉണ്ടാക്കുന്നതും പിന്നെ അണ്ടർലൈൻ ചെയ്യുന്നതും അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ഞാൻ ഇന്നത്തെ സെഷനിലൂടെ നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് എവറി വൺ. ഐ ഹോപ്പ് നിങ്ങൾക്ക് 10 മിനിറ്റ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആൻഡ് ടിപ്സ് ഞാൻ തന്നു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷൻ വഴി എന്നോട് പറയാ. Everybody please like the video, subscribe to the channel and click on the bell icon for notifications further. Okay, see you guys, all the best.